ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റ് പോലൊരു സോയാ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓയിൽ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കണം. തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സോയ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ സോയാ ബോൾസ് ആണ് എടുത്തിരിക്കുന്നത്. വലുത് തന്നെ എടുക്കണം, ചെറുതിന് വലുതിൻ്റെ അത്രയും ടേസ്റ്റ് കാണില്ല. ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇതിനകത്തിട്ട് 2 ഇരട്ടി വെള്ളം, കുറച്ചേറെ വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കും. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ആ സോയാ ബോൾസിന് അകമൊക്കെ നല്ലപോലെ ക്ലീൻ ആകുകയും ചെയ്യും. അതിനൊരു അരുചിയുള്ളതൊക്കെ മാറി ഇതൊന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞാണ് എടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ 2 സവാളയും ഒരു 15 ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു വലിയ തക്കാളിയ. ഇതിൽ സവാള എടുക്കാതെ ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ ഇത് രണ്ടും പകുതി വീതം എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് 3 കൂടെ ക്രഷ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരല്പം കറിവേപ്പിലയും പിന്നെ ഒരു 2-3 സവാളയുടെ കഷ്ണം കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയൊക്കെ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം എല്ലാം ചെറിയ ഉള്ളി എടുക്കാൻ ശ്രമിക്കണേ. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒരു ചെറിയ ചുവന്ന കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതി. ഇതെല്ലാം വെന്തും കിട്ടും, വഴണ്ടും കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് മസാല നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നിറച്ച് പെരിഞ്ജീരകം, പിന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ, അത് ഓപ്ഷനിലാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ സവാള എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ചേർത്ത് അതുകൂടി വഴട്ടിയെടുക്കുക. അതും ഒന്ന് അടച്ചു വെച്ചിട്ട് വഴട്ടുവാണെങ്കിൽ വേഗം വഴണ്ട് കിട്ടും. അപ്പോൾ തക്കാളി എല്ലാം വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം അത് ചേർക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം സോയാ ബോൾസ് തിളപ്പിക്കാൻ നേരത്ത് ചേർത്തേ ഉള്ളൂ, പിന്നെ ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സോയാ ബോൾസ് ചേർക്കാം. അപ്പം നല്ലപോലെ വെന്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നല്ലപോലെ തിളച്ച് കിട്ടണേ. സോയാ ബോൾസ് നമ്മൾ ആദ്യം മസാലയൊക്കെ ഇട്ട് തിളപ്പിക്കുമല്ലോ, അപ്പോൾ നല്ലതുപോലെ തിളപ്പിക്കണം. എന്നാലേ അതിനകത്ത് അരുചിയൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. അതിനകത്ത് എന്തഴുക്കുണ്ടെങ്കിലും ആ വെള്ളത്തിൽ അത് പോയി കിട്ടും. അതുപോലെ തന്നെ ഇത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് മാത്രമേ കറിയിലേക്ക് ചേർക്കാവുള്ളൂ. സോയാ ബോൾസിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി ഉപ്പെല്ലാം നോക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അതൊന്ന് കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി. അത് നന്നായിട്ട് കുറുകി മസാലയൊക്കെ അതിൽ പുരണ്ട് കിട്ടും. വെള്ളം ഒരുപാട് ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം ഒഴിക്കണേ. അതുപോലെ തന്നെ ഇത് കുറച്ച് ഗ്രേവി പോലെയാണ് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം വെച്ചിട്ട് വേണം എടുക്കാൻ. നമ്മുടെ അടിപൊളി സോയാ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ച് ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇതിനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുഴഞ്ഞ് കിട്ടുവേ. നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന കണക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കാം. അടിപൊളി റോസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ല മസാല എല്ലാം പുരണ്ട് നല്ല ടേസ്റ്റായിട്ട്. നമ്മൾ വളരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് എണ്ണ കുറച്ചും കൂടെ ഒക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ ഈ അപ്പം ഇന്നലെ രാത്രിയിൽ അരി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ അരച്ചെടുത്തിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചുട്ടെടുത്തതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ 2-3 രീതിയിലുള്ള റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. നല്ല സോഫ്റ്റ് അപ്പമാണ്. ഇപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എടുത്തത്. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്, വേഗം ചെയ്തെടുക്കാനും പറ്റും. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.